गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 29, 2024. എന്തു തരം പ്രവൃത്തികളിൽ ഏർപ്പെടാനാണ് മാതാപിതാക്കൾ കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടത്? സമൂഹത്തിൽ നിർണായക പങ്കുവഹിക്കുന്നവരായ രക്ഷിതാക്കളെ ഭഗവാൻ ഇന്ന് പ്രചോദിപ്പിക്കുകയാണ്. പ്രേമസ്വരൂപരെ, ഇന്ന് മനുഷ്യൻ ഇന്ദ്രിയങ്ങളെ സ്വതന്ത്രമായി അലയാൻ അനുവദിച്ചിരിക്കുകയാണ്. അവൻ ദുരാഗ്രഹത്തിന്റെയും അഹങ്കാരത്തിന്റെയും അടിമയായി തീർന്നിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും അവരുടെ മാതാപിതാക്കൾക്കാണ്. കുട്ടികൾ ക്ഷേത്രദർശനത്തിനോ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനോ പോകാൻ താൽപ്പര്യപ്പെടുമ്പോൾ മാതാപിതാക്കൾ അവരെ പിന്തിരിപ്പിക്കുകയും അത് മാനസികമായ എന്തോ കുഴപ്പത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞ് അവരെ വിലക്കുകയും ചെയ്യുന്നു. ആധ്യാത്മിക കാര്യങ്ങൾ വാർദ്ധക്യകാലത്തേക്കുള്ളതാണെന്നും ചെറുപ്പക്കാർ അതിലേക്ക് ഗൗരവപൂർവം പ്രവേശിക്കരുതെന്നും അവർ പറയും. പക്ഷേ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് ജീവിത യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളെ ഇങ്ങനെ ഉപദേശിക്കാൻ രക്ഷിതാക്കൾ ബാധ്യസ്ഥരാണ്. കുഞ്ഞെ, വിശ്വാസത്തോടിരിക്കൂ. നമ്മെ നയിക്കാനും സഹായിക്കാനും ഈശ്വരനുണ്ട്. അവിടുത്തെ നന്ദിപൂർവം സ്മരിക്കൂ. നിന്നെ തന്നെ പവിത്രീകരിക്കുന്നതിനായി അവിടത്തോട് പ്രാർത്ഥിക്കൂ. എല്ലാവരെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യൂ. ചങ്ങാത്തം നല്ല ആളുകളോട് മാത്രമായിരിക്കട്ടെ. ഇടയ്ക്കിടെ പുണ്യപുരുഷന്മാരെ സന്ദർശിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യൂ. പലതരത്തിലുള്ള പ്രചാരണങ്ങളും വിജയകഥകളുമെല്ലാം നിങ്ങൾ വർത്തമാന പത്രങ്ങളിൽ വായിക്കുന്നുണ്ടാകാം. പക്ഷെ അവയെല്ലാം ഭൗതികമായ വിജയങ്ങളാണ്. ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങൾക്കെതിരായി നിങ്ങൾ ശക്തിയായി പ്രവർത്തിക്കൂ. ആന്തരിക ശത്രുക്കളെ കീഴടക്കൂ. അഹങ്കാരത്തെ മറികടക്കൂ. അഭിനന്ദനമർഹിക്കുന്ന വിജയം അതാണ്, മറ്റൊന്നുമല്ല. കുട്ടികളുടെ ഹൃദയം മൃദുവും അവരുടെ മനസ്സ് വളരെ നിഷ്കളങ്കവുമാണ്. അവരുടെ ഹൃദയം പ്രേമം കൊണ്ട് നിറച്ചാൽ മാത്രമേ ലോകത്തിൽ യഥാർത്ഥ ശാന്തിയുണ്ടാകൂ. 1967 ജനുവരി 1 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.